ആവശ്യമുള്ള സമയത്ത് ഈ പഹയനെ തിരിയിട്ട് തരുന്നേ കാണില്ല. ഏതെങ്കിലും പെൺകുട്ടികളെ വായിൽ നോക്കാൻ പോയി കാണും. അല്ലാതെ എന്തു പറയാൻ? ഇല്ലെന്നാ തോന്നണേ. ഉണ്ടെങ്കിൽ ചാടി വന്നേനെ. എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോകാനല്ല, ആ മണികണ്ഠനെ. മണികണ്ഠൻ ഓട്ടം പോയിരിക്കുക. മാധവൻ കുട്ടിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പോലെ വല്ല ഡീസന്റ് പാർട്ടീസും ആയിരിക്കുമെന്ന്. അയ്യടാ, നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എനിക്ക് വേറെ യാതൊരു ദോഷവശങ്ങളും നിന്റെ തമാശക്കൊക്കെ പഴയ താണ നിലവാരം തന്നെ, ഒരു പുരോഗമനവും ഇല്ലല്ലേ? എന്റെ സ്റ്റാൻഡേർഡിന് ഇതൊക്കെ മതിയടേ. ഇതാണ് വീട്, ചെല്ല്. നീ വരുന്നില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ചാണ് വന്നതെന്ന് അവരറിയണ്ട. പെണ്ണിനെ കാണുക, ഉടനെ പോരുക. അവരെന്തെങ്കിലും ചോദിച്ചാലോ? കുറുപ്പ് മാഷ്ട മകനാണ്, ടീച്ചറാക്കാൻ പറ്റിയ ആളാണോ രാധിക എന്ന് വെരിഫൈ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പെണ്ണ് കാണാൻ വന്നതെന്ന് പറയണ്ടേ? തൽക്കാലം അങ്ങനെ പറയണ്ട. സത്യം പറയടേ, നിന്റെ പഴയ വേലവെപ്പ് പരിപാടി വല്ലതും ആണോ? അടി കൊള്ളൂ? ഏയ്, ഞാനതൊക്കെ എന്നെ നിർത്തി. ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഗോഡ് പ്രോമിസ് ഓൾ ദി ബെസ്റ്റ്. ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? സോറി. അമ്മ അമ്മ, നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. അവളാ എന്റെ മേത്തൊന്നും ഇടിച്ചത്. എന്തോ കുഴപ്പമുണ്ട്. നീ ഇടിച്ച എന്നെ കുഴപ്പം. അതല്ല, അമ്മ അമ്മ എന്ന് പറഞ്ഞ് അകത്തോട്ട് ചൂണ്ടി കാണിച്ചിട്ട് പുറത്തോട്ട് പോയി. എവിടെ? അമ്മച്ചി, അമ്മച്ചി, ഞാനാ മണികണ്ഠൻ. വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അല്ല, ആരെങ്കിലും വരാതെ നമ്മള് അതൊരു കാത്തിക്കാൻ പറ്റില്ല. അമ്മച്ചി, അമ്മച്ചി, എവിടെ? ഇവിടെ വീണത്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പുറത്തേക്ക് ഓടിയിറങ്ങിയപ്പോ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ആരാ? ആളെ ഞാൻ അറിയില്ല. പ്രായമുള്ള ആളാ? അല്ല, ചെറുപ്പക്കാരനാ. ഇതെന്ത് പുതുമ? വന്നു തോന്നണേ. വന്ന ആൾക്ക് കാറുണ്ടായിരുന്നു? അറിഞ്ഞൂടാ. അമ്മ എവിടെ? അമ്മ വന്നില്ല. കൃഷ്ണൻകുട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വെച്ചിട്ടാ. ആ, ഈ കുട്ടിയുടെ അമ്മ എവിടെയാന്ന് ചോദിച്ചേ. വല്ലമ്പ്രാട്ടി തലകറങ്ങി വീണാ. ഇപ്പൊ ആളെ കാണാനില്ല. എക്സ്ക്യൂസ് മീ, കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കണം. പിന്നെ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൂ. ഓക്കെ സിസ്റ്റർ. നിന്നോട് അപ്പഴേ പറഞ്ഞതാ വല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. നിന്റെ ഒരു അന്തസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 500 രൂപ എങ്ങനെയായാലും ഇവിടെ കെട്ടേണ്ടി വരും. വേറെ ആർക്കും വേണ്ടിയല്ലോ. ഭാവിയിൽ ഇതിന്റെ ഏറ്റവും അധികം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. അതിന് എന്റെ 10 പൈസ പോലും ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? അയ്യോ, മോതിരം. അമ്മയെങ്ങാനും ചോദിച്ചാ ഇത് ഓരോന്നും ഓരോ ദോഷം മാറാൻ വേണ്ടി ഇട്ടിരിക്കുക. ഇതെല്ലാ ദോഷവും ഒരുമിച്ച് മാറാനുള്ള വഴിയാ ഞാൻ പറയുന്നത്. എടാ, വലിയ കോയിക്കലെ സുഭദ്രാമ്മ തമ്പുരാട്ടിക്ക് വേണ്ടി നിന്റെ ഒരു മോതിരം പണയം വെച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഒന്നും പറയില്ല. വലുതും ത്യാഗം ചെയ്താലേ ചിലത് നേടാൻ പറ്റൂ. നല്ല കൂടിയനും ഗോൾഡാ. എത്ര വേണം? എത്ര കിട്ടും? 1500. ഒരു പവനില്ലേ മുതലാളി? എന്ന് പറഞ്ഞ സ്വർണത്തിന് വില കുറഞ്ഞ കാര്യം അറിയില്ല. ഈ സ്വർണം വാങ്ങാൻ വരുന്നവരോട് ഈ വില കുറഞ്ഞു വരുമെന്നും പറയുന്ന കാണാറില്ലല്ലോ. അതെ, മണികണ്ഠൻ ആയതുകൊണ്ടാ പണയം ഞാൻ ഈ വിലക്ക് എടുക്കാവുന്ന വെച്ചത്. എന്താ വേണോ? ഇത് കെട്ടാപ്പുലി എല്ലാം തിന്നാ. അല്ല, ഉള്ളത് തരാൻ. സ്വർണം പണയം എടുക്കാൻ കടക്കാർക്ക് പേടിയാ. മരുന്ന് നീ ഇതിലാ മേടിച്ചത്? മരുന്ന് വെച്ചാ വണ്ടി ഓടൂ. ഇത് പെട്രോളാ. ഓഹോ, അപ്പൊ അതും നീ ഇതിനകത്തുനിന്ന് മുതലാക്കി. എല്ലാം നിനക്ക് വേണ്ടിയാ. അയ്യോ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണികണ്ഠ. എന്റെ ബ്ലഡിലേ ഉള്ളതാടാ ത്യാഗം. വണ്ടി വിട്. ഇന്റൻസീവില് സുഭദ്രാമയുടെ പേരിൽ എത്ര അടയ്ക്കേണ്ടത്? പണം അടച്ചല്ലോ. അടച്ചോ? അതെ. ആരാ അടച്ചത്? അതറിയില്ല, പണം അടച്ചിട്ടുണ്ട്. വാ, നീ വാ. ആ, നല്ല ആൾക്കാരാ. എവിടെയായിരുന്നു?
ഞാൻ വിചാരിച്ച തള്ള ഇവിടെ കൊണ്ട് നാക്കിട്ട് മുങ്ങിയതാണെന്ന്. ഞങ്ങള് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. മെഡിക്കൽ ഷോപ്പ് ഈ റോഡിന്റെ അപ്പുറത്തുണ്ടല്ലോ. പക്ഷെ അവിടെ പണയം എടുക്കില്ലല്ലോ. മരുന്നും കൊടു. ഇനി ഇപ്പൊ മരുന്നൊന്നും വേണ്ട. മരുന്നും ബ്ലഡും ഒക്കെ കൊടുക്കാൻ അവരുടെ ബന്ധുക്കൾ തക്ക സമയത്തെത്തി. പൊയ്ക്കോ. ബന്ധുക്കളോ? അതാര്? എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു കടമയായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഇവിടെ വന്നു. പോയില്ലേ? എക്സ്ക്യൂസ് മീ, രാധി എന്ന് വിളിക്കാമോ? ആരാണെന്ന് പറയണം? മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ മതി. ശരി. തൽക്കാലം ഞാൻ മാറിയെന്നാലോ? ഇത് മാറി നിൽക്കേണ്ട സമയമല്ല. അല്ല, പെട്ടെന്നൊരു നമ്മളിങ്ങനെ നമസ്കാരം. നമസ്കാരം. മണികണ്ഠൻ എങ്ങനെ അറിഞ്ഞത്? അതെ, സുഭദ്രാമച്ചയെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടിയും കൂടെ ചേർന്ന കുറുപ്പോസിന്റെ മകൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കൃഷ്ണൻകുട്ടി? അത് സെക്കൻഡ്, ഇതാണ് ഒറിജിനൽ. കുഞ്ഞലക്ഷ്മി ടീച്ചറിന്റെ. ഓ, അവൻ എങ്ങനെ ഇവിടെ എത്തി? എങ്ങനെയാന്നറിയില്ല. തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു. ഈശ്വരനെ അയച്ചത്. ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണോന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടിയാ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. സത്യം പറഞ്ഞ കാശില്ലാത്തോണ്ട് ഇവന്റെ മോതിരം പണയം വെച്ചാ ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ടാണ്. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 1000 രൂപയെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കരുതാറുണ്ട്. പക്ഷേ ഇന്നിട്ട ഷർട്ട് മാറിപ്പോയി. പണം എടുത്തിട്ട ഷർട്ടല്ല, പോരാൻ നേരത്തെ എടുത്തിട്ടത് അല്ലേ? അതെ. രാധികെ, ഒരു മിനിറ്റ്. ഇതാ വരണോ? നീ ആകെ കുളമാക്കിയല്ലോ. എന്ത് പറ്റി? മോതിരം പണയം വെച്ച കാര്യമൊക്കെ അവളോട് പറഞ്ഞെന്തിന്? എടാ, അത് നിന്നോടൊരു സിമ്പതി തോന്നാൻ വേണ്ടി പറഞ്ഞതാ. അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനെന്തെങ്കിലും ഒരു തട വെച്ചില്ലെങ്കിൽ നിനക്ക് ആപത്താ, ഡേഞ്ചർ. മരുന്നിന് നീ കുടിച്ചോ? രാധികയ്ക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞങ്ങള് ഒരച്ഛന്റെ മക്കളാന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനോട് അടുക്കുമ്പോ വളരെയേറെ സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അന്തരക്ക് ഇവിടെ നിർത്താം. ബുദ്ധിമുട്ടാവില്ലേ? ആ, എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണ്ടേ? നീ നോക്കിക്കോ, ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് അകത്തോട്ട് ചെന്നാലോ? അത് വേണ്ട, ഒരു രോഗി അകത്തുള്ളത്. നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇനിയും ചോരയുടെ ആവശ്യം വരൂ? ഹോസ്പിറ്റലിന്റെ പോർട്ടിക്കയിൽ ഇരുന്നാ മതി. അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവര് വന്ന് വിളിക്കുമ്പോ പോയാ മതി. സമാധാനമായല്ലോ. നീ ഇത് പിടിച്ചോ, ഞാൻ പോരാ. എവിടെ ഏജന്റിനെ കാണാൻ പോകും? അതിന് ഇപ്പൊ സമയമില്ല. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടിരാം. അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ചു കയറാം. പിടിച്ചോ. പോയില്ലേ? ദാ വരുന്നു പറഞ്ഞിട്ടല്ലേ പോയത്? സോറി. കണ്ടിട്ടേ പോകാവൂന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ഇത് തരാൻ മറന്നു. മരുന്നിനി? സുഭദ്രാമച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഇതെങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നു? ഇനി ആവശ്യം ഉണ്ടായാലോ? മരുന്നിരുന്നോട്ടെ, പക്ഷെ പണം? ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. വേണ്ടെന്ന് പറയരുത്. എന്റെ അമ്മയെ പോലെ തന്നെയാ രാധികയുടെ അമ്മയും. വരട്ടെ. ആ. ധൃതി പിടിച്ച് കൃഷ്ണൻകുട്ടിയുടെ ബ്ലഡ് എടുത്തത് ഒഴിവാക്കാമായിരുന്നു. ഒരേ ഗ്രൂപ്പായിരുന്നതുകൊണ്ടാ പെട്ടെന്ന്. എന്തേ? ഞാനും അവനും പരസ്പരം വഴക്കൂടാറുണ്ട്. പക്ഷേ എനിക്കെന്നും അവനോട് സഹതാപമേ ഉള്ളൂ. അവന്റെ ദീർഘായുസിന് വേണ്ടി മനസ്സിലെന്നും പ്രാർത്ഥനയുമായി നടക്കുന്നവനാണ് ഞാൻ. എന്താ കാര്യം? ഏത് നിമിഷവും മരിക്കാവുന്ന ക്രൂരമായ ഒരു മാറാ രോഗത്തിന് അടിമയാണ് അവൻ. വരട്ടെ. അപ്പോഴത്തെ ഒരു ഈഗോ കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ ഒരു വിഷമം. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് അത്ര അറിഞ്ഞാ മതി. എന്നാലും അവനുമായിട്ടൊരു മത്സരിക്കണം എന്നാലല്ലേടാ ഒരു സുഖമുള്ളൂ. മത്സരിച്ച് നീ അവനെ തോപ്പിച്ച് നീ അവിടെ കഴിച്ചാൽ താലി കെട്ടണം.
നേരിട്ട് പൊരുതി നോക്കാം. ഒളിച്ചിരുന്ന് പാര വയ്ക്കുന്നതേ ആണുങ്ങൾ കയറുന്ന പണിയല്ല. ആരും അറിയാതെ പതുങ്ങി വന്ന് കല്ല് വലിച്ചെറിയണ ആണത്വം. എന്റെ മോൻ അങ്ങനെ പതുങ്ങേണ്ട കാര്യമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്തോക്കി പറയാനോട്ട് പേടിയില്ല. അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയെ. ഓ, വളർത്തുമാഹായിട്ടൊന്നും നീ പറയണ്ടടി. എന്റെ ദാക്ഷിണ്യം കൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് കൂട്ടിക്കോ. അയ്യ, ദാക്ഷണ്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയടി, എന്തിനാ വേണ്ടെന്ന് വെക്കണേ? അമ്മ ഉണ്ടായി. എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ മാറാരോഗ്യാണ് അല്ലടാ. ചോണയുള്ള ആമ്പിള്ളേരെ കണ്ടാ പെമ്പിള്ളേർക്ക് ഇഷ്ടം തോന്നും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അസൂയപ്പെടാൻ നിന്റെ മോൻ ആരാടി? ദിവാൻ പേഷ്കാരോ? ചോര കൊടുത്ത് ബന്ധത്തെ പിടിക്കേണ്ട കാര്യമൊന്നും എന്റെ മോനില്ല. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടാനുള്ള അന്തസ്സും ആണത്തും അവനുണ്ട്. ആരാരുടെ കഴുത്തല്ലേ താലി കെട്ടുന്നത് നമുക്ക് കാണാം. ആ, കാണാടി. ആ, കാണാം. നീ വാടാ. നീ പോയി ചോറിനടാ. വിറപ്പിക്കാതെ പോടി.